Students, welcome to Learn with ARM. ഇന്ന് തൊട്ട് നമ്മുടെ അപ്ലൈഡ് ഫിസിക്സ് 2 മോഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മോഡ്യൂൾ 1ന്റെ പേരെന്ന് പറഞ്ഞാൽ വേവ് മോഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. വേവ്സും അവയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു മോഡ്യൂളാണ് ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ ആണല്ലോ. അതിനാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? പീരിയോഡിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രൊജക്ഷൻ, പിന്നെ വേവ്സ് എന്താണെന്ന്, വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ, വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ബീറ്റ്സ്, സൂപ്പർ പൊസിഷൻ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രോബ്ലംസ് വളരെ കുറവായിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഫസ്റ്റ് മോഡ്യൂൾ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂളിന്റെ പേരെന്താണ് മക്കളെ? വേവ് മോഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്നാണ്. അപ്പൊ വേവ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു പ്രത്യേകതരം ചലനത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചലനമാണ്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചലനമാണ്. ആ ചലനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ സമയത്തിൽ അനുസരിച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. എന്താണ്? ചലനമാണ്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെ? റിപ്പീറ്റ്സ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം, കൃത്യമായ ഇടവേളയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നു, അല്ലെ? ബെസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. മോഷൻ ഓഫ് എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയും മറ്റു പ്ലാനറ്റ്സുകളുടെയും ചലനം എന്ന് പറയുന്നത് കൃത്യമായ ഒരു സമയത്ത് ആവർത്തിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആ ചലനം എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാം, അല്ല? അപ്പൊ നമ്മുടെ പാർട്ട് എയിലേക്ക് ചോദിക്കാം, പീരിയോഡിക് മോഷൻ ഒക്കെ എക്സാമ്പിൾ ഒക്കെ എഴുതാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതിക്കണം കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഓസിലേഷൻസ് ഓഫ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ ആയിരിക്കും. മൂന്നാമത് വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിംഗ്. ലോഡഡ് സ്പ്രിംഗിന്റെ വെർട്ടിക്കൽ ഓസിലേഷൻ എങ്ങനെയാണ്? ഒരു സ്പ്രിങ്ങിലോട്ട് ഒരു വെയിറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഓസിലേഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളയിൽ ആവർത്തിക്കും എന്നുള്ളതായതുകൊണ്ട് അത് എന്തിന് ഉദാഹരണമാണ്? പീരിയോഡിക് മോഷൻ ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ? സ്റ്റാർട്ടിങ്ങിൽ പീരിയോഡിക് മോഷൻ എന്താണെന്ന് ഒക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ എങ്ങാനും എന്താണ് പാർട്ട് എയിലൊക്കെ ചോദിച്ചേക്കാം, എന്താണ് ഡിഫൈൻ പീരിയോഡിക് മോഷൻ എന്നൊക്കെ ചോദിച്ചാൽ എഴുതിക്കണം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചലനമാണ്, മോഷനാണ് വിച്ച് റിപ്പീറ്റ്സ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം. അല്ലെങ്കിൽ എക്സാമ്പിൾ വേണമെങ്കിലും ചോദിക്കാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലോട്ട് പോകുന്നു. ഇനി ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പീരിയോഡിക് മോഷൻ കഴിഞ്ഞു, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. അപ്പൊ SHM എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് ആവർത്തിക്കണം. അപ്പൊ അങ്ങനെ ആവർത്തിക്കുന്ന ഒരു ചലനമാണ് ഏത്? SHM എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. Simple harmonic motion can be defined as a motion in which the acceleration of a body is directly proportional to its displacement from a fixed point and it is always directed towards the fixed point. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണെന്ന് നമുക്കറിയാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നേരനുപാതം എന്ന് പറയാം, അല്ലെ? അതായത് ഒരെണ്ണത്തിനുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ ആനുപാതികമായിട്ട് ബാധിക്കും, അല്ലെ? അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇതെന്ന് പറയുന്ന ഒരു ചലനമാണെന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ത്വരണം, ആക്സലറേഷൻ ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. അത് സ്ഥാനാന്തരമായിട്ട് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ ആര് കൂടും? ആക്സലറേഷൻ കൂടും. ഫ്രം എ ഫിക്സഡ് പോയിന്റ്, അല്ലെ? ഇവിടെ ഒരു ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആക്സിസിൽ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ ആര് കൂടും? അവിടുത്തെ ആക്സലറേഷൻ കൂടുന്നതായിട്ടാണ് പറയുന്നത്. ഇത് എങ്ങോട്ടായിരിക്കും എപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഈ ഫിക്സഡ് പോയിന്റിലോട്ട്, ഈ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പോയിന്റിലോട്ട് ആയിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചലനത്തിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവിടുത്തെ എന്ത് മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാലും, വേഗത കൂടിയാലും കുറഞ്ഞാലും എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഫിക്സഡ് പോയിന്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനെ ഈ ഒരു ചലനത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന് വിളിക്കും. ഇത് ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ്. എക്സാമ്പിൾ നോക്കിക്കേ.
സിമ്പിൾ ഹാർമോണിക് മോഷൻ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷൻ നമ്മൾ മുമ്പേ പഠിച്ച അതേ എക്സാമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ, പെൻഡുലത്തിന്റെ ഓസിലേഷൻ. രണ്ട്, നമ്മൾ സ്വിങ്സ് ഇൻ ദ പാർക്കുകളിൽ കാണുന്ന സ്വിങ്സ് ഇല്ലേ, അതെന്ന് പറയുന്നതും ആ എക്സാമ്പിൾ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ്. മൂന്ന്, മോഷൻ ഓഫ് വൈബ്രേറ്റിംഗ് മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. നോക്കിക്കേ, ഒരു സ്പ്രിങ് എടുത്തു, ഈ സ്പ്രിങ്ങിലോട്ട് ഒരു വൈബ്രേറ്റിംഗ് മാസ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ഓസിലേഷൻ ഉണ്ടാവും അല്ലെ. ആ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൃത്യമായ ഇടവേളയിൽ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് ആവർത്തിക്കുന്നത് കൊണ്ട് ആ ചലനത്തിനെ നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. മോഷൻ ഓഫ് വൈബ്രേറ്റിംഗ് മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ. സിമ്പിൾ പെൻഡുലം ഇവിടെ ഒരു ഫിക്സഡ് ആക്സിസിൽ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടു ആൻഡ് ഫ്രോ മോഷൻ കാണിക്കുന്നു. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രൊജക്ഷനിലോട്ടാണ്. കുറച്ച് പ്രധാനപ്പെട്ടതാണ്, 7 മാർക്കിനൊക്കെ എല്ലാ തവണയും മിക്ക വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊജക്ഷൻ ഓഫ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എബൌട്ട് ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. 7 മാർക്കാണ്, നമുക്കത് പഠിക്കാം. അടുത്ത ടോപ്പിക്ക് പ്രൊജക്ഷൻ ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ എലോങ് എ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സർക്കുലർ മോഷനിലോട്ടുള്ള ചലനം എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താക്കുക എന്നുള്ളതുള്ളൂ, എന്താണ് ഒരു കൃത്യമായ ഇടവേളയിൽ ആവർത്തിക്കുന്ന ചലനമാണ് നമ്മൾ തെളിയിക്കണം. അതിന് നമ്മൾ പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ചാൽ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും എന്ത് ചെയ്യുന്നു, ഡോട്ടഡ് ലൈനായിട്ട് വരച്ച് വെച്ച് പ്രൊജക്ഷൻ ഉണ്ടോ എന്നുള്ളത് കാണിക്കുക ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു സർക്കുലർ മോഷനിൽ കൂടെ ഒരു വസ്തു സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെരിച്ചു നോക്കി കഴിയുമ്പോഴത്തേന് അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാ, ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തു നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ എങ്ങനെയാണ്, ഇങ്ങനെ എന്താണ് ഒരു ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് നമ്മൾ പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, ഇതിനകത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഒരു വസ്തു ഇവിടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ എത്തിയെന്ന് വെച്ചോ, അപ്പൊ ഈ വസ്തുവിന്റെ എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈ ആക്സിസിലെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലോ ഇങ്ങോട്ട്, ഇവിടെ എത്തുമ്പോഴോ ഈ പ്രൊജക്ഷൻ ഇങ്ങോട്ട്, വൈ ആക്സിസിലെ ഇങ്ങോട്ട്, ഇവിടെ എത്തുമ്പോഴോ ഈ പ്രൊജക്ഷൻ ഇങ്ങോട്ട്, ഇങ്ങനെ. അങ്ങനെ എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും എന്താണ് ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ച് പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ? ഇങ്ങനെ കറങ്ങുന്ന ഈ സർക്കുലർ മോഷനിൽ കൂടി കറങ്ങുന്ന വസ്തു നമ്മൾ അതിനെ ചെരിച്ചു നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ. നമ്മളിപ്പോ ഇവിടുന്ന് നോക്കുന്ന ഒരാള് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ നേരെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ആ ഒരു ചലനം എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് നമുക്ക് തെളിയിക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ആ പ്രൊജക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്, ഡയമീറ്ററിൽ കൂടെയുള്ള കാര്യമാണ്. സർക്കുലർ മോഷൻ ഡയമീറ്ററിൽ കൂടെയുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്തു. ആ സർക്കുലർ മോഷന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, എ ആണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ റേഡിയസ് വരും അല്ലെ, ആരം വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ ആണ്. ആ ഒരു റേഡിയസ് ഉള്ള സർക്കിളിന്റെ 2 ഡയമീറ്റേഴ്സ് എടുത്തു. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസമാണ് അല്ലെ. X1ഉം Y1ഉം അവയെ കൃത്യമായിട്ട് മുറിക്കുന്ന 2 ഡയമീറ്ററുകളാണെന്ന് പറയുന്നു. അതായത് ഇത് X ആണെങ്കിൽ നേരെ വിപരീതം ഇപ്പറേ വരുന്ന ആരായിരിക്കും, X1 ആയിരിക്കും. നേരെ ഇതിന്റെ മുകളിൽ വരുന്ന ആരാണ്, Y ആണ്. ഇതിന് താഴെ വരുന്ന ആരാണ്, Y1 ആണ്. അപ്പം X-ഉം X1ഉം Y-ഉം Y1ഉം ഇതിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന 2 ഡയമീറ്ററുകളായിട്ട് എടുത്തു. നമ്മുടെ സർക്കിൾ റേഡിയസ് എത്രയാണ്, എ ആണ്. ക്ലിയർ ആണല്ലോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു സർക്കുലർ പാത്തിൽ കൂടി ഒരു വസ്തു സഞ്ചരിക്കാൻ വേണ്ടി അനുവദിക്കുകയാണ്. ആ സർക്കുലർ പാത്തിൽ കൂടി സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ചലനം SHM ആണ്. അതിനെ നമ്മൾ പ്രൊജക്ഷൻ എന്നാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു, വസ്തു ആദ്യം ഇവിടെ കൊണ്ടുവച്ചു. എവിടെയാ, ഇവിടെ. അപ്പൊ നോക്കിക്കേ, ലെറ്റ് ദ പാർട്ടിക്കിൾ അറ്റ് പോയിന്റ് എക്സ് വെൻ t is equal to 0. സമയം 0 ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചലിക്കാത്ത സമയത്ത് ഈ വസ്തു എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് ചലിച്ചാലല്ലേ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, എക്സിലാണ് ഇരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ടൈം എത്രയാണ്, 0 ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇനീഷ്യൽ പൊസിഷൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആഫ്റ്റർ എ ടൈം t പാർട്ടിക്കിൾ കംസ് ടു p അറ്റ് ആൻ ആംഗിൾ തീറ്റ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സമയം കുറച്ചങ്ങോട്ട് മാറിയപ്പോഴത്തേന് എക്സിൽ ഇരുന്ന വസ്തു എവിടെ വന്നു, ഇവിടെ വന്നു
ഇവിടെ വന്നു അല്ലേ. അതായത് എക്സിൽ ഇരുന്ന അവസ്ഥ എവിടെ വന്നാ പറഞ്ഞത്, പിയിൽ വന്നു. അപ്പൊ ഇതേതാണ് പോയിന്റ് പി അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് വരച്ചു നോക്കിയ മക്കളെ, പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വൈ ആക്സിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും അല്ലെ, എക്സ് ആക്സിലെ നേരെ താഴോട്ട് വരും. ഓക്കെ അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിനെ സെന്ററിൽ സെന്റർ ഓ ആണെന്ന് നോക്കാം അല്ലെ. സെന്റർ ഓ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ആംഗിൾ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പൊ എത്രയാണ് ഇവിടുത്തെ ആംഗിൾ, തീറ്റ. ഇത് എത്രയാണ്, ഇത് തീറ്റ. പിന്നെ എന്താ പറയുന്നത്, ഇത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, എ. ഓക്കെ അല്ലേ. അപ്പോ ഇവിടുന്ന് പാർട്ടിക്കിൾ ഇപ്പൊ ഇവിടെ നിൽക്കുക അല്ലെ. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തേക്കാം, പോയിന്റ് അടയാളപ്പെടുത്തിട്ട് എം എന്നോട് കൊടുത്തേക്കാം അല്ലെ. എന്താണ് എം. അപ്പൊ എ എന്ന് പറയുന്ന റേഡിയസ്, തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിൾ. എങ്ങനെയാ ഒമേഗ ടി വരുന്നത്? ഇതൊരു ആംഗുലാർ മോഷൻ അല്ലേ. നമ്മൾ നേരത്തെ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ അല്ലെ. ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴത്തേനും തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി, ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി ഒക്കെ വരുമല്ലോ. ആ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് മാത്രം ഒന്ന് എടുത്തേ. ഇതാണ് സംഭവം അല്ലെ. അപ്പൊ ഇവിടുത്തെ തീറ്റ എത്രയാണ്, ഒമേഗ ടി. ഇനി നമ്മള് ഇവിടെ ഒരു നോക്കിക്കേ, ഒ എം പി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഫ്രം ഏതാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എം പി. ഒ എം പി വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഏതാണ്, ഹൈപ്പോട്ടിനോസ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് അല്ലെ. ഓപ്പോസിറ്റ് സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വൈ എന്ന് കൊടുക്കുക. ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ്, എന്താണ് ദൂരം, സഞ്ചരിച്ച ദൂരം. അതായത് ഇവിടെ ഇരിക്കുമ്പോ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് വൈ അല്ലേ. കാരണം പ്രൊജക്ഷൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദൂരം എന്ന് പറയുന്നത് വൈ ആ, പ്രൊജക്ഷൻ അല്ലെ. ഇങ്ങോട്ടാണെങ്കിൽ വൈ ആണ് വരുന്നത് അല്ലെ. അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഹൈപ്പോട്ടിനോസും ഓപ്പോസിറ്റ് സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, സൈൻ, കോസ്, ടാൻ. അതിനകത്ത് ഏതാണ് ഹൈപ്പോട്ടിനോസും ഓപ്പോസിറ്റ് സൈഡും ഉള്ളത്, സൈൻ അല്ലെ. അപ്പൊ നമുക്ക് സൈൻ എന്ന് എഴുതി നോക്കാം. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഇവിടുത്തെ സൈൻ ആംഗിൾ എത്രയാ, തീറ്റ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഒ എം അല്ലെ. അപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഒ എം ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ ഒ പി അല്ലേ മക്കളെ. അതായത് ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഒ എം, ഇവിടുത്തെ ഹൈപ്പോട്ടിനസ് ഒ പി അല്ലെ. അപ്പം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ഒ എം ബൈ ഒ പി. അതിനകത്ത് ഒ എമ്മിന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേ, ഒ എം എത്രയാ, ഒ എം എത്രയാണ്, വൈ. ഒ പി എത്രയാണ് മക്കളെ, ഒ പി നോക്കിക്കേ, ഒ പി എത്രയാണ്, എ ആണല്ലോ. ഇത് ഇങ്ങോട്ടൊന്ന് കൊടുത്തേ. അപ്പൊ എന്ത് വരും, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒ എമ്മിന്റെ സ്ഥാനത്ത് വൈ കൊടുത്തു, ഒ പിയുടെ സ്ഥാനത്ത് എ കൊടുത്തു. ഓക്കെ. അപ്പൊ എന്ത് വന്നു, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എ. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ ഈസ് ഈക്വൽ ടു ഈ എ നേരെ ആരുടെ കൂടെ ഇടുക, എയുടെ കൂടെ സൈനിന്റെ കൂടെ ഇടുക. അപ്പൊ എന്ത് വരും, എ സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം തീറ്റയുടെ വാല്യൂ എത്ര, നോക്കി ഇവിടെ ഉണ്ട്, എത്രയാ, ഒമേഗ ടി. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. therefore ഡിസ്പ്ലേസ്മെന്റ് y is equal to, നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ പ്രൊജക്ഷൻ ആയിട്ട് കാണിക്കുമ്പോൾ ഇവിടെ y ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ y is equal to എന്ത് വരും, ഒമേഗയുടെ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ഒമേഗ കൊടുക്കുക. അപ്പൊ എന്ത് വരും, a sin ഒമേഗ ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ പ്രൊജക്ഷന്റെ ചെയ്തു വന്നപ്പം ഇവിടുത്തെ സർക്കുലർ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ്, എസ് എച്ച് എമ്മിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വന്നു, y is equal to a sin omega t വന്നു. എത്രയാണ്, a sin omega t. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ആരെ കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. എന്ത് കണ്ടുപിടിക്കണം, വെലോസിറ്റി. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ ആക്സലറേഷന്റെ ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ശരിക്കും നമ്മുടെ ഉദ്ദേശം കേട്ടോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിനാൽ നമുക്ക് നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin omega t എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, അവിടുത്തെ വെലോസിറ്റി വേണം കണ്ടുപിടിക്കാൻ. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, ഇത്രേ ഉള്ളൂ. ഈ y എന്ത് ചെയ്യുക,
വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ എഴുതാം? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ആരെ y യെ. അപ്പൊ എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dt എന്ന് വരും ഇസ് ഈക്വൽ ടു d by dt ഓഫ് y അല്ലേ? y എന്ന് പറഞ്ഞാൽ a sin ഒമേഗ ടി അല്ലേ? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റുകളെ ആദ്യം എടുത്തിടണം. a ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? a ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ അല്ലേ? അടുത്ത ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആരെയാണ്? ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അടുത്തത്? ആക്സിലറേഷൻ. സംഭവം ഇത്രേ ഉള്ളൂ. ഈ dy by dt ഒന്നുകൂടെ ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും? dy by dt എന്നുള്ളത് d2y by dt സ്ക്വയർ എന്നാവും. ഇസ് ഈക്വൽ ടു അല്ലേ? അപ്പൊ എന്ത് വരും മക്കളെ? a ഒമേഗ കോസ് ഒമേഗ ടി യെ എന്താണ്? ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ കോൺസ്റ്റൻസ് a ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി യെ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി യും കൂടെ ചെയ്യണമല്ലോ, ഇൻറ്റു ഒമേഗ വരും. ക്ലിയർ ആണല്ലോ? പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ എന്ത് വരും? a ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പൊ എന്ത് വരും? a ഒമേഗ ഇൻറ്റു ഒമേഗ. ഒമേഗ ഇൻറ്റു ഒമേഗ നമുക്ക് എന്ത് ചെയ്യും? ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ എന്ത് വരും? a ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? മൈനസ് എങ്ങനെയാണ്? മൈനസ് a ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? ഇവിടെ നോക്കി a സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? y ആ. a ഉണ്ട്, സൈൻ ഒമേഗ ടി ഉണ്ട് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? y എന്ന് കൊടുക്കാം. അപ്പൊ ടോട്ടൽ ഇക്വേഷൻ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ y അല്ലേ? dy by d സ്ക്വയർ y by dt സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y. ഈ മൈനസ് ഉൾപ്പെടെയുള്ള ഭാഗത്തിന് ഇപ്പുറത്തോട്ട് കഴിയുമ്പോൾ എന്ത് വരും? d സ്ക്വയർ y by dt സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ y ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM-ന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ പ്രൊജക്ഷൻ എവിടെ വരെ? ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടുപിടിച്ച് എഴുതുന്നതിനാണ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 7 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ. പഠിച്ചു വെച്ചോ. ഏതാണ്? പ്രൊജക്ഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും 2015 റിവിഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് ഏതാണ്? പ്രൊജക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ? ആദ്യം പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ ഡിസ്കസ് ചെയ്തത് 7 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രൊജക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ചെറിയ 2 ടോപ്പിക്സോടെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ 2 ടോപ്പിക്സോടെ കിടക്കുന്നു. ഏതൊക്കെയാണ്? പീരീഡും ഫ്രീക്വൻസിയും. അതോടെ തീർത്തിട്ട് അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ 2 ടോപ്പിക്സോട് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് വെച്ചാൽ ടൈം പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വസ്തു എടുക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കറിയാമല്ലോ, ടു ആൻഡ് ഫ്രോ മോഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ? ആ ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ. അതിന് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π റേഡിയൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ. ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി. ഇങ്ങോട്ടൊന്ന് കൊടുത്തേ. അപ്പൊ എന്ത് വരും?
ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ക്യാപിറ്റൽ ടി. ഇതൊന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതൊന്ന് സ്വാപ്പ് ചെയ്യുമ്പോഴത്തേന് എന്ത് വരും? ക്യാപിറ്റൽ ടി ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? നേരെ സ്വാപ്പ് ചെയ്യുക. അതായത് ടി മോളിൽ കയറുന്നു, ഒമേഗ താഴോട്ട് വരുന്നു. എന്ത് വരും? 2π ബൈ ഒമേഗ. നമ്മുടെ ടൈം പീരീഡ് ഇക്വേഷൻ 2π ബൈ ഒമേഗ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഒരു ക്യാര എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. രണ്ടാമത്തെ ഒരു ക്യാര അല്ലെങ്കിൽ ഒരു ക്യാര എന്ന് പറയുന്നത് ഏതാണ്? ഫ്രീക്വൻസിയാണ്, ആവൃത്തി എന്ന് പറയും. എന്താണ് ആവൃത്തി? ആവൃത്തി എന്ന് പറയുന്ന സംഭവത്തിലേ ഉള്ളൂ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള വൈബ്രേഷനുകളുടെ ഓസിലേഷനുകളുടെ വേവ്സിന്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് ഇവിടെ ടൈം ഒക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. ക്ലിയർ അല്ലേ? ഇക്വേഷൻ രൂപത്തിലോട്ട് മാറ്റുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ക്യാപിറ്റൽ ടി. യൂണിറ്റ് എന്താ മക്കളെ? യൂണിറ്റ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് പഠിച്ചു വെച്ചോ, പ്രധാനമായിട്ടും പഠിച്ചു വെച്ചോണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെർട്സ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർട്സ്. അപ്പോൾ പീരീഡും ഫ്രീക്വൻസിയും എസ് എച്ച് എമ്മും ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പീരീഡും ഫ്രീക്വൻസിയും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ നമ്മുടെ മോഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏതൊക്കെയാണ് പഠിച്ചത്? പീരിയോഡിക് മോഷൻ സ്റ്റാർട്ട് ചെയ്തു, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ പ്രൊജക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് പീരീഡും രണ്ട് ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 1 വീഡിയോ ആണ് ഇത്. ഓക്കെ ആണേ? അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ക്ലാസ്സുകളായിരിക്കും പോകുന്നത്. എക്സാം അടുത്ത് വരുന്നു. അപ്പം കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.